ആത്മമിത്രം ആത്മമിത്രം യേശുയൻ ആത്മമിത്രം ആത്മമിത്രം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആത്മമിത്രം ബ്രദർ ആൻഡ് ഡോക്ടർ മീഡിയയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ സഹോദരി സഹോദരന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനം. കഴിഞ്ഞ ആഴ്ചയിൽ അവനിവിടെ വന്നിട്ടുണ്ട് എന്ന ശീർഷകത്തിൽ നൈൻ എന്ന പട്ടണത്തിലെ ചില സംഭവങ്ങൾ ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 15 വരെയുള്ള വാക്യത്തെ ആസ്പദമാക്കി അത് ചിന്തിക്കുകയായിരുന്നു. ഇന്ന് തുടർന്നുള്ളതായ ചില കാര്യങ്ങൾ ചിന്തിക്കാമെന്ന് കർത്താവ് അത് ആശിക്കുകയാണ്. നൈനിലെ വിധവയുടെ മകൻ ആയിരുന്നു അവളുടെ ഏക ആശ്രയം എന്ന് പറയുന്നത്. ഇതാ ആ മകനും പെട്ടെന്നുള്ളതായ ആ മരണം അവനെ പിടിപെടുവാനായിട്ട് ഇടയായി തീർന്നു എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. നൈനിലെ വിധവയുടെ വീട് ഇപ്പോൾ വിലാപഭവനമായി മാറിയിരിക്കുകയാണ്. നാം തിരുവഴുത്തിലിങ്ങനെ വായിക്കുന്നു: സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. സങ്കീർത്തനം 30:5. കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു: ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരഞ്ഞ് വിലപിക്കും, ലോകം സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിക്കും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും എന്ന് യോഹന്നാന്റെ സുവിശേഷം 16:20 നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കർത്താവിൻ്റെ ക്രൂശിലെ മരണം വൈകുന്നേര സമയമായിരുന്നല്ലോ. തൻ്റെ ചാർച്ചക്കാരും ശിഷ്യന്മാരിൽ ചിലരും മറിയയും മറ്റും കരഞ്ഞ് വിലപിക്കുകയായിരുന്നു. എന്നാൽ 3-ാം ദിവസം പ്രഭാതത്തിൽ അവർക്ക് മാത്രമല്ല, ഭൂലോകം ഒട്ടുക്ക് സന്തോഷമായി. കാരണം കർത്താവിൻ്റെ ഉയിർപ്പ് സന്ധ്യയെങ്കിൽ ദുഃഖിച്ചവർ പ്രഭാതത്തിൽ സന്തോഷിക്കുന്നു. ആയതുപോലെ യേശുക്രിസ്തു പട്ടണത്തിൽ പ്രവേശിച്ചപ്പോൾ നൈനിലെ വീട് വിലാപഭവനമായി മാറി. ഇതൊരു ദാരുണ സംഭവമായി പോയി. നോക്കുക, ഭർത്താവിൻ്റെ ദുഃഖം മാറുന്നതിന് മുമ്പ് മകനും മാറ്റപ്പെട്ടു. ഈ വിധവ ആണെങ്കിൽ ഓമനിച്ച് വളർത്തിയതാണ് ഈ മകനെ. ഏകസന്താനമാണ്. എത്ര സങ്കടകരമായ കാര്യമായി പോയി. ഇതുപോലൊരു സംഭവം 2 രാജാ 4-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാണ്ട് കഴിയും. ശൂനേംകാരിത്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചതായ ആ കാര്യമാണ്. ഏറിയ നാൾ അവരുടെ വൈവാഹിക ജീവിതത്തിൽ കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ പ്രവാചകനായ എലീശയുടെ പ്രാർത്ഥനയും ആ ഭവനത്തോടുള്ള അടുപ്പവും ആ ഭവനക്കാർ പല നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. അപ്പോൾ തന്നെ അവരുടെ നീറുന്ന പ്രശ്നങ്ങൾ പ്രവാചകനുമായി പങ്കുവച്ചു. ദൈവം തൻ്റെ ദാസനിലൂടെ ദൈവം അവരെ അനുഗ്രഹിച്ചു. കുടുംബത്തിനൊരു കുഞ്ഞിനെ, സന്താനത്തെ ലഭിക്കുമെന്ന് പറഞ്ഞു. ഏറിയ നാളുകൾക്ക് ശേഷം ആ കുടുംബത്തിനൊരു കുഞ്ഞ് ഉണ്ടായി. ചില നാൾ കഴിഞ്ഞ് ആ കുഞ്ഞ് മരിച്ചുപോയി. വിവരം എലീശയെ ധരിപ്പിച്ചു. താൻ വന്ന് ആ കുഞ്ഞിനെ ജീവിപ്പിച്ചു ശൂനേംകാരത്തേക്ക് കൊടുത്തു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ ധാരാളം ഉയർപ്പിച്ച സംഭവം നമുക്ക് തിരുവഴുത്തിൽ നമുക്ക് കാണാണ്ട് കഴിയും. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു ജീവിപ്പിക്കുന്ന ദൈവമാണ്, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവമാണ് എന്നുള്ള സത്യം നമുക്കിവിടുന്ന് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ഈ യേശുവിൻ്റെ ഈ അപ്രമാദിത്വം, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ആ വലിയ കരങ്ങളുടെ ശക്തി ഈ ഭവനത്തിലുള്ളവർ അനുഭവിച്ച് മനസ്സിലാക്കാനായിട്ട് പോവുകയാണ്. പ്രിയരെ, എപ്പോൾ മരണം വന്ന് മുട്ടി വിളിക്കും എന്നുള്ളത് നമുക്കറിഞ്ഞുകൂടാ. നോക്കുക, മരണം ശവപ്പെട്ടിയിൽ വയ്ക്കുമെന്നും നമുക്കറിഞ്ഞുകൂടാ. ശവപ്പെട്ടിക്കാരൻ്റെ ജീവിത മാർഗമാണ് ശവപ്പെട്ടിക്കട. അവനിതുപോലെയുള്ള മരണങ്ങൾ അവന് അനുകൂലമാണ്. മറ്റൊരു കാര്യം, ഈ ശവമഞ്ചത്തിൽ ഒരു വശത്ത് ഇപ്രകാരം എഴുതിയിരിക്കുന്നത്: കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. നാം മറുവശത്ത് ഇന്ന് ഞാൻ
നാളെ നീ. ഈ യാഥാർത്ഥ്യം മരണത്തിലൂടെ നമ്മെ ഓർപ്പിക്കുന്നു. ഇതിൻ്റെ അർത്ഥം മരണം നിശ്ചയമാണ്, സമയം വ്യക്തമല്ല. ഏതൊരു വ്യക്തി ജീവിതത്തിലും മരണം കടന്നു പിടിക്കാം, പക്ഷേ സമയം നമുക്ക് ക്ലിപ്തമല്ല. എബ്രായലേഖനക്കാരൻ പറയുന്നത് ഇങ്ങനെയാണ്. എബ്രായലേഖനം 9-ാം അധ്യായത്തിൽ 27-ാമത്തെ വാക്യം: ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കയാൽ ഇങ്ങനെ സകല മനുഷ്യരും എന്ത് ചെയ്യണം? ഈ മരണത്തിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഇതിൽ നിന്നും ആർക്കും ഒഴികഴിവില്ല എന്നുള്ള യാഥാർത്ഥ്യവും നാം മനസ്സിലാക്കണം. മറ്റൊരു കാര്യം ഇവിടെ സ്മർത്തവ്യമാണ്. യേശു ആ വഴി വരവേ ഈ മരിച്ച ബാലനോട് മനസ്സലിഞ്ഞു. കാരണം ഒരുപറ്റം ആളുകൾ കരഞ്ഞ് അലമുറയിടുന്നു. കരയുന്നവരുടെ തോളിൽ തട്ടി കരയണ്ട എന്ന് പറയുന്നത് ആശ്വാസത്തിൻ്റെ ശബ്ദമാണ്. അത് പറയാൻ ഒരാളുണ്ട് എന്നുള്ളത് ആശ്വാസമാണ്. കരയണ്ട എന്ന് പറയുവാൻ എല്ലാവർക്കും കഴിയും. നാം ഏത് വിഷയത്തിൽ വേണ്ടി അത് കരയുന്നുവോ ആ വിഷയത്തെ തൊടുവാൻ യേശുവിന് മാത്രമേ കഴിയൂ. നമ്മളിങ്ങനെ വായിക്കുന്നു, ഹി ടച്ച്ഡ് ദ കോഫിൻ. അപ്പോൾ അവൻ ആ ശവമഞ്ചത്തെ തൊട്ടു എന്നാണ് വായിക്കുന്നത്. അപ്പോൾ നമ്മുടെ വേദനയുടെ കാരണം അറിയുന്നവൻ നമുക്ക് വേണ്ടി ഒരു നിമിഷം നിൽക്കാൻ തയ്യാറുള്ളവനാണ്. ഇവനാണ് നമ്മോട് മനസ്സലിയുള്ളവൻ, നമ്മുടെ പ്രശ്നത്തെ തൊടുന്നവൻ, നഷ്ടപ്പെട്ടതിനെ തിരികെ നൽകുവാൻ ജീവന്റെ മേൽ അധികാരമുള്ളവൻ നമ്മുടെ കർത്താവാണ്. ഈ ടച്ച്ഡ് ദ കോഫിൻ, ഇറ്റ് സ്റ്റോപ്ഡ്, ബിഗാൻ ടു ടോക്ക്. വലിയ പുരുഷാരം എന്ത് ചെയ്തു? അത് കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്ത് ചെയ്തു? ആ ശവപ്പെട്ടിയിൽ ഒന്ന് തൊടുവാനായിട്ട് ഇടയായി തീർന്നു. അവൻ എന്ത് ചെയ്തു? യേശുവിൻ്റെ കൽപ്പനയെ എന്ത് ചെയ്തു? അവിശ്വസിക്കാതെ എന്ത് ചെയ്യണം? ഉടനെ വിശ്വസിക്കണം. യേശു പറഞ്ഞു ആ ശവപ്പെട്ടി ഇറക്കി വെക്കാൻ കൽപ്പിച്ചു. അത് നമ്മൾ വായിക്കുന്നത് അവരിറക്കി വെച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത് അനുസരിക്കുന്നതാണ് അനുഗ്രഹം എന്നുള്ളത് നാം യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. അവിടെ യേശു പറഞ്ഞത് ഈ കൽപ്പാത്രങ്ങൾ വക്കോളം വെള്ളം കോരി നിറപ്പീൻ എന്നാണ് വായിക്കുന്നത്. അപ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ചോദ്യം ചെയ്യാതെ നാം അനുസരിച്ചാൽ എന്ത് ചെയ്യും? അത് നമുക്ക് അനുഗ്രഹമായി തീരുവാനിടയായി. അവരെന്ത് ചെയ്തു? ആ കാനാവിലെ ആളുകൾ ആ കൽപ്പാത്രങ്ങളെ കഴുകി വൃത്തിയാക്കി അതിനെന്ത് ചെയ്തു? അതിന് വക്കോളം കോരി വെള്ളം നിറച്ചു. ആ നിറഞ്ഞ ആ അവസ്ഥയിലായിരിക്കുന്ന ആ വെള്ളം 6 കൽപ്പാത്രങ്ങളായിട്ട് നിറഞ്ഞു നിൽക്കുകയാണ്. ആ 6 കൽപ്പാത്രങ്ങളിലും എന്ത് ചെയ്തു? നിറഞ്ഞ ആ വൈൻ വീഞ്ഞുണ്ടാകുവാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, അവരൊരു പകുതി വരെ നിറച്ചു എന്നുള്ള വിചാരിക്കുക. അപ്പോൾ അത് പകുതി വൈനേ ആകത്തുള്ളൂ. എന്നാൽ അവരെന്ത് ചെയ്തു? അവർ നിറച്ച് വൈൻ എന്ത് ചെയ്തു? ഉണ്ടാക്കി അത് ദൈവം അത് മാറ്റി കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. പച്ചവെള്ളത്തെ കർത്താവ് ആ നിലയിൽ മാറ്റി. നമ്മുടെ ജീവിതത്തിന് വ്യത്യാസം തരുവാനായിട്ട് കഴിയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അത് എന്തു? അവൻ ആ പച്ചവെള്ളത്തെ വൈനാക്കി മാറ്റുവാനായിട്ട് ഇടയായി തീർന്നു. അതിനെന്ത് ചെയ്തു? അവൻ പറഞ്ഞതുപോലെ, അവൻ കൽപ്പിച്ചതുപോലെ എന്ത് ചെയ്തു? അവരനുസരിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന എന്തെങ്കിലും അനുസരിക്കുന്നുണ്ടോ എന്നുള്ളത് ഈ രാവിലെ നാം ചിന്തിക്കേണ്ടതായിട്ടൊരു വിഷയമാണ്. നീ അനുസരിക്കുന്നില്ലെങ്കിൽ നിനക്ക് അനുഗ്രഹം എങ്ങനെ ലഭിക്കും? അതുകൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പന ചെറുതായാലും വലുതായാലും അതനുസരിച്ചേ മതിയാകുള്ളൂ. അതനുസരിക്കുമ്പോഴാണ് നമുക്ക് അനുഗ്രഹം ഉണ്ടാകുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ യേശു എന്ത് ചെയ്തു? മരിച്ചവനെ ഉയർപ്പിച്ചു. ഇതൊരു തമാശയല്ല, ഇത് സത്യമായ കാര്യമാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്ത് ചെയ്തു? ആ പലരെ ഉയർപ്പിച്ച ചരിത്രം വിശുദ്ധ തിരുവെഴുത്തിലുണ്ട്. എലീശ 2 രാജാ 4-ാം അധ്യായത്തിൻ്റെ 20-35 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചപ്പോൾ കേട്ടു. യേശു പള്ളിപ്രമാണിയുടെ ആ മകളെ ഉയർപ്പിച്ചു. യേശു ലാസറിനെ ഉയർപ്പിച്ചു. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ വായിക്കുന്നു. പത്രോസ് തബീതയെ ഉയർപ്പിച്ചു. അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായത്തിൽ വായിക്കുന്നു. പൗലോസ് യൂത്തിക്കോസിനെ എന്ത് ചെയ്തു? അവനെ ആ നില ഉയർപ്പിച്ചു. അത് അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായത്തിൻ്റെ
8 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ യേശു കർത്താവ് അത് മരണത്തിന്മേലും അധികാരമുള്ളവനാണെന്നുള്ളത് എന്ത് ചെയ്തു? അവനോട് സ്ഥാപിക്കുകയാണ്. അപ്പോൾ ഉയർത്തെഴുന്നേറ്റ മകനെ എന്ത് ചെയ്തു? വിധവയ്ക്ക് തിരിച്ചു കൊടുത്തു. ഇവനെ തിരികെ കിട്ടുമെന്ന് ആരെങ്കിലും വിചാരിച്ചോ? ഇതെന്തൊരു മഹാസന്തോഷമാണ്. അതെ, ആ ആശ്വസിപ്പിക്കുന്നതിന് വന്നുകൂടിയ ആ ജനം നൽകിയതിനേക്കാൾ വലിയ സന്തോഷം ആര് നൽകി? യേശു നൽകിയതായിട്ട് വായിക്കുന്നു. യേശു എന്ത് ചെയ്തു? യേശു അവർക്ക് ആ മകനെ ജീവിപ്പിച്ച് അവൻ്റെ അമ്മയ്ക്ക് അത് കൊടുത്തു എന്നുള്ളതാണ്. എത്രയോ സന്തോഷകരമായ കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മനസ്സിനെ കുറിച്ച് നമുക്ക് വിവിധ വേദഭാഗങ്ങളിൽ സുവിശേഷന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാപികളോട് മനസ്സിലെയ്യുന്നവെന്ന് ലൂക്കോസ് 5:30 നമുക്ക് കാണാൻ കഴിയും. രോഗികളോട് മനസ്സലിഞ്ഞെന്ന് മത്തായി 14:14 നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഭക്ഷണം ഇല്ലാത്തവരോട് മനസ്സലിഞ്ഞു എന്ന് നമ്മൾ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മരിച്ചവരെ ഉയർപ്പിക്കുന്നതിനെ കുറിച്ച് യോഹന്നാൻ 11:11 വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യെരൂശലേമിനോട് മനസ്സലിഞ്ഞതിനെ കുറിച്ച് ലൂക്കോസ് 19:41-42 വാക്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇവിടെ ഇതാ വിധവയുടെ മകനോടും യേശു എന്ത് ചെയ്തു? മനസ്സലിഞ്ഞു. ഇവനെ തിരികെ കിട്ടുമെന്ന് ആരെങ്കിലും വിചാരിച്ചതാണോ? ഇതെന്തൊരു മഹാസന്തോഷമാണ്. ആശ്വസിപ്പിക്കുവാൻ വന്നുകൂടിയ ആ പ്രിയപ്പെട്ടവരെക്കാൾ അധികം സന്തോഷം യേശു നൽകി. നോക്കി, വിലാപഭവനം ഇപ്പോൾ സന്തോഷത്തിൻ്റെ ഭവനമായി മാറിയെന്ന് വായിക്കുന്നു. നാം എസ്തേറിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ശൂനേം പട്ടണം കലങ്ങി മറിഞ്ഞിരിക്കുകയാണ്. അവർ എന്ത് ചെയ്തു? അവർ വളരെ പരിഭ്രാന്തരായി എന്നാണ് അതിൻ്റെ എസ്തേർ 3:15 വായിക്കുന്നത്. എന്നാൽ 8-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ കലങ്ങിയ പട്ടണം അത് സന്തോഷിച്ച് ആർത്തു എന്ന് വായിക്കുന്നു. അവരാർത്ത് സന്തോഷിക്കുവാൻ കാരണം ദൈവം അവർക്ക് വലിയ അത്ഭുതം ചെയ്തു കൊടുത്തു എന്നുള്ളതാണ്. നോക്കുക, അപ്പോൾ കലങ്ങിയ പട്ടണത്തെ സന്തോഷത്തിൻ്റെ പട്ടണമാക്കി മാറ്റി, വിലാപഭവനത്തെ നൃത്തഭവനമാക്കി തീർത്തു. ഇതെല്ലാം കർത്താവിൻ്റെ ആ കാരുണ്യ പ്രവർത്തനത്തിൻ്റെ കൂടെ ചേർത്ത് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. യേശു എത്രയോ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും ചെയ്യുന്ന കർത്താവാണെന്നുള്ളത് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ യേശുവിൽ വിശ്വാസമർപ്പിച്ച് യേശുവിനോടൊപ്പമായിട്ടുള്ള നിങ്ങളുടെ ജീവിതം ആരംഭിച്ചിട്ടുണ്ടോ? ഇല്ല എങ്കിൽ യേശു നൈലിൽ വന്നിട്ടുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്, നിങ്ങളുടെ അടുക്കൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ യേശുവിനെ വേണമോ? ഈ യേശുവുമായിട്ട് നിങ്ങൾ അത് മുൻപോട്ട് ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുവോ? അങ്ങനെ നിങ്ങൾ ആഗ്രഹിച്ചാൽ നിങ്ങളുടെ ജീവിതം ധന്യമായി തീരും എന്ന് മാത്രമല്ല, അനുഗ്രഹിക്കപ്പെട്ട അനുഗ്രഹങ്ങൾ കർത്താവിന് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ടിടയായി തീരും. ഈ വലിയ ചിന്തകളാണ് യേശു കർത്താവ് നയനിലെ ആ വിധവയുടെ വീട്ടിൽ ചെന്ന് ചിന്തിച്ചതായ കാര്യം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദുഃഖങ്ങളെല്ലാം അകറ്റി സന്തോഷം തരുന്ന, നമ്മുടെ വിലാപത്തെ എല്ലാം മാറ്റി സന്തോഷം നമുക്ക് ഉടുപ്പിക്കുന്ന, നമ്മൾ പരിഭ്രാന്തരായി തീരുന്ന സമയത്ത് നമ്മുടെ കർത്താവ് നമ്മുടെ അടുക്കൽ വന്ന് മഹാസന്തോഷം നൽകുന്ന ഈ കാര്യം നമുക്ക് സുവിശേഷങ്ങളിൽ മാത്രമല്ല, വിശുദ്ധ തിരുവെഴുത്തിൻ്റെ ഓരോ ഭാഗങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങളെ അത് ഈ വലിയ സന്തോഷത്തിലേക്ക്, ഈ വലിയ സമാധാനത്തിലേക്ക്, ഈ യേശുവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. നിങ്ങളിതുവരെയും യേശുവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വന്നിട്ടില്ല എങ്കിൽ ഈ യേശുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ക്ഷണിച്ച്, അത് എനിക്കും ഈ സന്തോഷം വേണം, എനിക്കും ഈ സമാധാനം വേണം, എനിക്കും ഈ നിത്യജീവൻ വേണം എന്ന് ആഗ്രഹിച്ച് അത് നിങ്ങൾക്ക് ഇതുവരെയും അത് നടന്നിട്ടില്ല എങ്കിൽ യേശു കർത്താവിനോട് നിങ്ങൾ നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നിങ്ങളുടെ ഹൃദയങ്ങൾ കർത്താവിനായിട്ട് കൊടുക്കുമോ? ദൈവം നിങ്ങളെ സഹായിക്കും, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങൾ യേശു കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് തുടരാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് പ്രശ്നത്തിൻ്റെ മധ്യത്തിലും വിഷമസന്ധികളുടെ മധ്യത്തിലും നിങ്ങളെ കരുതുവാൻ, നിങ്ങളെ സ്നേഹിപ്പാൻ, നിങ്ങളെ കരം പിടിക്കുവാൻ, നിങ്ങളെ താങ്ങി നിർത്തുവാൻ, നടത്തുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവ് എന്നുള്ളതായ ഈ അനുഗ്രഹിക്കപ്പെട്ടതായ ചിന്തകൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ ഇവിടെ ഓർപ്പിച്ച് ഈ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുന്നു. ദൈവം എൻ്റെ എല്ലാ മാന്യ ശ്രോതാക്കളെയും അനുഗ്രഹിക്കട്ടെ. അവൻ്റെ വലിയൊരു നാമം ഇന്നു മുതൽ എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ.